പ്രിയമുള്ളവരെ, പവിത്രമായ നിരവധി സൽക്കർമ്മങ്ങൾ സംഗമിക്കുന്ന സുന്ദരമായ ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 രാപ്പകലുകൾ. ലക്ഷോപലക്ഷം ഹാജിമാർ വിശുദ്ധമായ മക്കയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ വലിയ പ്രതിഫലാർഹമായ ഒരു അമലാണ് വ്രതാനുഷ്ഠാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ ശരീരത്തെ അള്ളാഹു നരകത്തെ തൊട്ട് 70 വർഷം വിദൂരത്താക്കുന്നതാണ്. ദുൽഹജ്ജയുടെ ആദ്യ 10 രാപ്പകലുകൾ അതിശ്രേഷ്ഠമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ മാസം ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചതായി പ്രവാചകരുടെ പ്രിയപ്പെട്ട ചില പത്നിമാർ പറഞ്ഞത് അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹജ്ജ. ദുൽഹജ്ജയുടെ 9 പകലുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിരുന്നു. ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി നിഹായത്തുൽ മുഹ്താജിൽ അതിൻ്റെ ഫിഖ്ഹി നിയമം രേഖപ്പെടുത്തുന്നു. വയുസന്നു സൗമു 8 അയ്യാമിൻ ഖബില യൗമി അറഫ. അറഫ ദിവസത്തിന് മുമ്പുള്ള 8 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. വസൗമു തിസ്ഇ ദിൽഹജ്ജ അഫ്ളലു മിൻ സൗമി അശ്റിൽ മുഹറം അല്ലദൈനി യുന്ദബു സൗമുഹുമാ. മുഹറം 10 ദിവസവും ദുൽഹജ്ജ 9 ദിവസവും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. എന്നാൽ മുഹറം 10 ദിവസത്തെ നോമ്പിനേക്കാൾ ദുൽഹജ്ജയുടെ 9 ദിവസത്തെ നോമ്പ് അതിശ്രേഷ്ഠമാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദുൽഹജ്ജ 1 മുതൽ 9 ദിവസം വരെ നാം നോമ്പനുഷ്ഠിക്കുക. ദുൽഹജ്ജ 8 യൗമു തർവിയ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. ദുൽഹജ്ജ 9 യൗമു അറഫ നോമ്പ് ശക്തിമത്തായ സുന്നത്താണ്. 2 വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണവുമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.